ഇന്ത്യൻ മഹാസമുദ്രത്തെ ദക്ഷിണ ചൈന കടലുമായും പസഫിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന സുപ്രധാനമായ മേഖലയാണ് മലാക്ക കടലിടുക്ക് എന്ന് പറയുന്നത്. ഏതാണ്ട് 800 കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന ഈ മേഖല ഇന്ത്യയെ സംബന്ധിച്ചും ചൈനയെ സംബന്ധിച്ചും തന്ത്രപ്രധാനമാണ് എന്ന് പറയാം. കാലങ്ങളായിട്ട് ചൈന ഈ മലാക്ക കടലിടുക്ക് മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട്. ചൈനയ്ക്ക് പുറമെ ജപ്പാൻ, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളും അവരുടെ ഊർജ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ തന്നെ ഈ മേഖലയെ നന്നായി ആശ്രയിക്കുന്നുണ്ട്. ചൈന അവരുടെ കപ്പൽ ഗതാഗതത്തിൻ്റെ 2/3 ഭാഗവും ഇറക്കുമതിയുമായി മറ്റും ബന്ധപ്പെട്ട് ഈ മലാക്ക കടലിടുക്കിനെയാണ് ആശ്രയിക്കുന്നത്. ഇന്ത്യൻ കപ്പൽ ഗതാഗതത്തിൻ്റെ 60% ഈ ചരക്ക് വ്യവസായവുമായി ബന്ധപ്പെട്ട് മലാക്ക കടലിടുക്കിനെ ബന്ധപ്പെട്ട് പോകുന്നു. ഇപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാരണം മലാക്ക കടലിടുക്കിൽ ഇന്ത്യൻ നേവി പട്രോളിങ്ങിന് ഇറങ്ങുന്നു എന്നുള്ള സുപ്രധാന വാർത്ത പുറത്തു വരുന്നു. അതായത് ചൈനയുടെ സമുദ്രത്തിലെ ആധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ നേവി അവിടെ പട്രോളിങ്ങിന് വരുന്നു. ഒപ്പം സിംഗപ്പൂർ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ നേവിയും ഇന്ത്യക്കൊപ്പം ചേരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഊർജ ആവശ്യങ്ങൾക്ക്, ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക്, 60% വാണിജ്യ കപ്പൽ ഇടപാടുകൾക്ക് എല്ലാം തന്നെ ഈ മലാക്ക കടലിടുക്കിനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. മാത്രമല്ല, അവിടെ എന്തെങ്കിലും തരത്തിലൊരു തടസ്സമുണ്ടായാൽ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ അത് വലിയ തോതിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ ചൈന സമുദ്രമേഖലയിലൊക്കെ തന്നെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴും മലാക്ക കടലിടുക്കിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാറുണ്ട്. അപ്പോൾ തൊട്ടടുത്ത അയൽ രാജ്യങ്ങളായിട്ടുള്ള വിയറ്റ്നാമായിട്ട് അതുപോലെ ഫിലിപ്പൈൻസുമായിട്ടൊക്കെ തന്നെ ചൈനയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട്. ഈ ഫിലിപ്പൈൻസ് അവിടെ നിന്ന് പിന്മാറാൻ വിസമ്മതിക്കുന്ന ഒരു രാജ്യമാണ്. വിയറ്റ്നാം ആയിക്കോട്ടെ, അവിടെ നികത്തിയെടുത്ത് അവിടെ കുറച്ച് പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നു. അങ്ങനെ അവിടെ മറ്റ് രാജ്യങ്ങളുമായിട്ട് തർക്കങ്ങൾ, ഏറ്റുമുട്ടലൊക്കെ നിലനിൽക്കുന്ന മലാക്ക കടലിടുക്കിലേക്ക് ഇന്ത്യൻ നേവി കടന്നു വരുന്നു എന്ന് പറയുന്നത് ചൈനയ്ക്ക് വലിയൊരു ഷോക്കാണ്. കാരണം ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയൊക്കെ കഴിഞ്ഞ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഷീ ജിൻപിങ് വലിയ കൂടിക്കാഴ്ചയൊക്കെ നടത്തുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ കരാറിൽ ഏർപ്പെടുന്നു. സൈനിക, സാമ്പത്തിക കരാറുകളിലൊക്കെ തന്നെ ഏർപ്പെടുന്നുണ്ട്. ഒപ്പം നമ്മൾ രാജ്യങ്ങൾ തമ്മിൽ ട്രേഡിൽ വലിയ ബന്ധങ്ങൾ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യ ചൈനയെ അങ്ങനെ പൂർണ്ണമായിട്ടും കണ്ണടച്ച് വിശ്വസിക്കുന്നില്ല. ഒരു കയ്യകലത്തിൽ ചൈനയെ മാറ്റി നിർത്തുന്നു. അതുകൊണ്ടാണ് SCO ഉച്ചകോടി കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് വന്ന മോദി ഡൽഹിയിൽ വെച്ച് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായ ലോറൻസ് ഹോങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. എന്നിട്ട് പറയുന്നു, ഞങ്ങൾക്ക് ഈ മലാക്ക കടലിടുക്ക് മേഖലയിൽ സൈനിക പ്രതിരോധ കരാറുകൾ നിങ്ങളുമായിട്ട് ഒപ്പിടാനായിട്ട് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ മലാക്ക കടലിടുക്കിൽ ഒരു പട്രോളിംഗ് നടത്താനൊക്കെയുള്ള താല്പര്യമുണ്ടെന്ന് അറിയിച്ചു. അപ്പോൾ ദക്ഷിണ ചൈന കടലിൽ ചൈന ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട്. മാത്രമല്ല, ചൈനയ്ക്ക് അവരുമായിട്ട് തർക്കമില്ലാത്ത ഏക രാജ്യം സിംഗപ്പൂരാണ്. ഇവിടെ ഇന്ത്യയുമായിട്ട് സൈനിക പ്രതിരോധ കരാറിൽ സിംഗപ്പൂർ ഒപ്പുവെക്കുന്നു എന്ന് പറഞ്ഞാൽ ചൈനയും സിംഗപ്പൂരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴാൻ പോകുന്നു എന്നൊരർത്ഥം കൂടിയുണ്ട്. അതായത് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നിന്ന് ഏതാണ്ട് 600 കിലോമീറ്റർ അകലെയാണ് ഈ പറയുന്ന മലാക്ക കടലിടുക്ക്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ദക്ഷിണ മേഖല ചൈനയിലേക്ക് പോകുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ ഈ മേഖലയിൽ ഇന്ത്യൻ നേവി സ്വാധീനം ഉറപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ചൈനയുടെ ആധിപത്യത്തിന് ഒരു വെല്ലുവിളിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം SCO ഉച്ചകോടി കഴിഞ്ഞ ഉടൻ തന്നെ ഇത്തരം ഒരു നീക്കം നടത്തിയതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് ലോക രാജ്യങ്ങൾക്ക് പോലും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ ഇറക്കുമതിയിൽ ബഹുഭൂരിപക്ഷവും ഇതുവഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ചൈനയ്ക്ക് ഈ മേഖലയിൽ നിയന്ത്രണം ദുർബലമാണ് എന്നൊരു വാദമുണ്ട്. അതിനെ ഏതാണ്ട് ശരിവെക്കുന്നതാണ് ഇന്ത്യയുടെ കടന്നുകയറ്റമെന്ന് പറയപ്പെടുന്നു. എന്തായാലും മലാക്ക കടലിടുക്കിൽ ഇന്ത്യൻ താൽപ്പര്യം സിംഗപ്പൂർ അംഗീകരിച്ചതോടുകൂടി ചൈനയും സിംഗപ്പൂരും തമ്മിലുള്ള ബന്ധം വഷളാകാനുള്ള എല്ലാ സാധ്യതയും ഉയരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഒറ്റയ്ക്കല്ല ഇവിടെ പട്രോളിംഗ് നടത്തുന്നത്. സിംഗപ്പൂർ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ നേവൽ വിങ്ങുമായിട്ട് ചേർന്നാണ് ഇന്ത്യ പട്രോളിംഗ് നടത്താനായിട്ട് തീരുമാനിച്ചത്. 2022 ഇന്ത്യൻ നേവി ഇന്തോനേഷ്യൻ നേവിയുമായിട്ട് ചേർന്ന് ആൻഡമാൻ നിക്കോബാർ മേഖലയിലും മലാക്ക കടലിടുക്കിലും ഇതുപോലെ തന്നെ പട്രോളിംഗ് നടത്തിയിരുന്നു. നമുക്കറിയാം, എല്ലാ കാലത്തും
ചൈനീസ് നേവി എന്ന് പറയുന്നത് സമുദ്ര മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ നേവിയുടെ ശക്തമായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ സാധിച്ചില്ല. ഇപ്പോൾ ഇന്ത്യ ദക്ഷിണ ചൈന കടലിടുക്കിലേക്ക് അല്ലെങ്കിൽ ദക്ഷിണ ചൈന സമുദ്ര മേഖലയിലേക്ക് കടന്നു കയറാൻ പോകുന്നു. അന്ന് ചൈന നൽകിയ പണിക്ക് മറുപണി ഇന്ത്യ ഇപ്പോൾ ഒരുക്കി വെക്കുന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ മലാക്ക കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇന്ത്യയിലേക്ക് വരണം എന്ന് ഇന്ത്യ തീരുമാനിച്ചാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ US നേവിക്കോ ഇന്ത്യൻ നേവിക്കോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവിടെ, അതായത് ഈ മലാക്ക കടലിടുക്കിന് സമീപം ഒരു നാവിക ഉപരോധം തീർക്കാൻ സാധിക്കും. അങ്ങനെ സംഭവിച്ചാൽ യുദ്ധസമയത്ത് സാമ്പത്തിക സുരക്ഷാ മേഖലയിൽ വലിയ ഇടിവ് ചൈനയ്ക്കുണ്ടാകും. എന്ന് വെച്ചാൽ അവരുടെ സാമ്പത്തിക മേഖല തകരും, സുരക്ഷാ മേഖലയ്ക്ക് വിള്ളലുണ്ടാകും. അങ്ങനെ ഒരു നീക്കം നടത്താൻ പറ്റും. അപ്പോൾ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യൻ നേവി ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്നത് ചൈനയെ വല്ലാതെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ ഇറക്കുമതിയുടെ 3/2 ഭാഗവും നടക്കുന്നത് ഈ മലാക്ക കടലിടുക്ക് വഴിയാണ്. എന്ന് പറഞ്ഞാൽ $3.5 ട്രില്യൺ വ്യാപാര ബന്ധങ്ങളാണ് ഈ മലാക്ക കടലിടുക്ക് വഴി ചൈന നടത്തുന്നത്. ഇവിടെ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊടുത്ത വാക്ക് അവിടെ സൈനിക പ്രതിരോധ സഹകരണം മെച്ചപ്പെടുത്താൻ ഇന്ത്യയുമായിട്ട് സഹകരിക്കാം എന്ന് പറഞ്ഞാൽ ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ ആധിപത്യത്തിനെ ചോദ്യം ചെയ്യാത്ത, ചൈനയുമായി തർക്കിക്കാത്ത ഏക രാജ്യം സിംഗപ്പൂരാണ്. ആ രാജ്യത്തെ ഇന്ത്യ പതുക്കെ കയ്യിലെടുക്കുന്നു. പിന്നീട് മലേഷ്യ വരുന്നു, ഇപ്പുറത്തുനിന്ന് ഇന്തോനേഷ്യ വരുന്നു. അപ്പോൾ ചെറിയ ചെറിയ രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് സമുദ്രമേഖലയിൽ ഇന്ത്യ ചില നിർണായകമായ നീക്കങ്ങൾ നടത്തുന്നത് ഷീ ജിങ് പിങ്ങിനെ ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ സുപ്രധാനമായ സമുദ്ര ഇടനാഴിയിലേക്ക് ഇന്ത്യൻ കടന്നുവരവ് എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മലയൻ ഉപദ്വീപിനും അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിനും മധ്യയുള്ള 800 മീറ്ററോളം നീളത്തിലുള്ള തന്ത്രപ്രധാനമായ ഒരു സമുദ്രപാതയാണ് ഈ മലാക്ക കടലിടുക്ക് എന്ന് പറയുന്നത്. ഇത്ര കാലവും ചൈനീസ് ആധിപത്യത്തിലായിരുന്നുവെങ്കിൽ ഇനി പതിയെ ഇന്ത്യൻ ആധിപത്യവും അവിടെ കാണാൻ പോകുന്നു. അപ്പോൾ ഇന്ത്യൻ നേവി ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്തു എന്ന് വരില്ല. പകരം മലേഷ്യയും സിംഗപ്പൂരും ഇന്തോനേഷ്യയുമായിട്ട് ചേർന്ന് നമ്മൾ അവിടെ പട്രോളിംഗ് നടത്തുന്നു. അതായത് നമ്മുടെ പല ദ്വീപിലിരുന്ന്, അതായത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലിരുന്നു കൊണ്ട് ഇന്ത്യക്ക് ഈ മലാക്ക കടലിടുക്ക് ഉൾപ്പെടെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ സാധിക്കും. അപ്പം ഇന്ത്യൻ നേവിയുടെ പ്രതിരോധ സുരക്ഷാ സഹകരണവുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങൾ ഇന്ത്യയുമായി ചേരുന്നത് ചൈനയ്ക്കൊരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന് ചൈന നിലപാടെടുക്കുമ്പോൾ തന്നെയാണ് ഇന്ത്യ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട്, സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, പ്രത്യേകിച്ച് സമുദ്രമേഖലയിൽ. അപ്പോൾ ഇന്ത്യയുമായിട്ട് ശക്തമായ ബന്ധമുണ്ടെന്ന് ചൈന അവകാശപ്പെടുമ്പോഴും മലാക്ക കടലിടുക്ക് പോലെയുള്ള തന്ത്രപ്രധാനമായ മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാൻ ഇന്ത്യയും ശ്രമങ്ങൾ നടത്തുന്നു. ഇതിന് മലേഷ്യയുടെയും സിംഗപ്പൂരിൻ്റെയും ഇന്തോനേഷ്യയുടെയും ഒക്കെ സപ്പോർട്ടുമുണ്ട്. കൂടാതെ ഈ മേഖലയെ ജപ്പാൻ, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളും അവരുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചൈനയുടെ ഈ മേഖലയിലെ ആധിപത്യത്തിന് ഒരു വെല്ലുവിളി തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ഉയർത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.